എല്ലാവർക്കും നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിൽ പ്രോട്ടീൻ പൗഡറുകൾ പലർക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാരമായി കഴിഞ്ഞു. പേശികളുടെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ ക്ഷമത നിലനിർത്തുന്നതിനുമായി കണ്ണുമടച്ച് പ്രോട്ടീൻ പൗഡറുകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം ദിവസേന വർദ്ധിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. ആവശ്യക്കാരേറിയതോടെ വിപണിയിലേക്ക് എത്തുന്ന പ്രോട്ടീൻ പൗഡറുകളുടെ അളവിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. വിപണിയിൽ വിറ്റഴിയുന്ന പല പ്രോട്ടീൻ പൗഡറുകളിലും വലിയ അളവിൽ ലെഡും കാഡ്മിയവും അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തുന്നത്. സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ പൗഡറുകളിലും ഓർഗാനിക് പ്രോട്ടീൻ പൗഡറുകളിലും ചോക്ലേറ്റ് ഫ്ലേവർ പ്രോട്ടീൻ പൗഡറുകളിലുമാണ് അപകടകരമായ അളവിൽ ലെഡും കാഡ്മിയവും കണ്ടെത്തിയത്. ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമല്ലെന്നാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ സാധാരണ ഉൽപ്പന്നങ്ങളെക്കാൾ ഇരട്ടി അളവിലാണ് അവയിൽ വിഷവസ്തുക്കൾ ഉൾപ്പെടാനുള്ള സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ക്ലീൻ ലേബർ പ്രോജക്റ്റ് ഈ മാസം ആദ്യം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഉള്ളത്. സസ്യങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന 77% പ്രോട്ടീൻ പൗഡറുകളിലും 79% ഓർഗാനിക് പ്രോട്ടീൻ പൗഡറുകളിലും 69% ചോക്ലേറ്റ് പൗഡറുകളിലും അപകടകരമായ അളവിൽ ലെഡും കാഡ്മിയവും കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് പറയുന്നു. സസ്യങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന 77% പൗഡറുകളിലും 29% ഓർഗാനിക് പൗഡറുകളിലും 69% ചോക്ലേറ്റ് പ്രോട്ടീൻ പൗഡറുകളിലും അപകടകരമായ അളവിൽ ലെഡും കാഡ്മിയവും കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് പറയുന്നു. വിപണിയിലുള്ള 160 പ്രോട്ടീൻ പൗഡറുകളിൽ നിന്നും 70 മികച്ച ബ്രാൻഡുകളിലായിട്ടാണ് പഠനം നടത്തിയത്. പൗഡർ വിപണിയുടെ 83% വരുന്നത് പാല് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രോട്ടീൻ പൗഡറുകളെ അപേക്ഷിച്ച് അരി, പയറുവർഗ്ഗങ്ങൾ, സോയ എന്നിവയിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീൻ പൗഡറുകളിൽ 3 ഇരട്ടിയോളം ലെഡിന്റെ അംശമുള്ളതായി കണ്ടെത്തി. 160 പ്രോട്ടീൻ പൗഡറുകളിൽ നിന്നും മുന്തിയ 70 ബ്രാൻഡുകളെയാണ് പഠനം നടത്തിയത്. പ്രോട്ടീൻ പൗഡർ വിപണിയിൽ 80% വരുന്നത് പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന പ്രോട്ടീൻ പൗഡറുകളെ അപേക്ഷിച്ച് അരി, പയറുവർഗ്ഗങ്ങൾ, സോയ എന്നിവയിൽ നിന്നുണ്ടാക്കുന്ന പ്രോട്ടീൻ പൗഡറുകളിൽ 3 ഇരട്ടിയോളം ലെഡിന്റെ അംശമുള്ളതായി കണ്ടെത്തി. സസ്യങ്ങൾ മൂലകങ്ങളെ വളരെ വേഗത്തിൽ വലിച്ചെടുക്കുന്നതിനാലും ഖനിപ്രദേശങ്ങൾ, വ്യാവസായിക മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നതിനടുത്ത കൃഷിയിടങ്ങൾ, കളനാശിനികൾ, അണുനാശിനികൾ എന്നിവ പ്രയോഗിക്കപ്പെടുന്ന ഭൂമി വളരുന്നതിനാലും വിഷവസ്തുക്കൾ ഇത്രയധികം ഉള്ളിൽ എത്തുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമാകുന്ന കമ്പനികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ദീർഘകാലം ഉയർന്ന അളവിൽ ഇവ കഴിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത്. ചോക്ലേറ്റിന്റെ രുചിക്ക് പകരം മറ്റൊന്നും വയ്ക്കാനൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ പ്രോട്ടീൻ പൗഡറിനും ആവശ്യക്കാരേറെയാണ്. വാനില ചേർന്ന പ്രോട്ടീൻ പൗഡറിനേക്കാൾ ചോക്ലേറ്റ് ചേർന്ന പ്രോട്ടീൻ പൗഡറുകളിൽ 4 മടങ്ങ് മുതൽ 10 മടങ്ങ് വരെ ലെഡ് ഉണ്ടാകാമെന്നാണ് പ്രോട്ടീൻ പഠനത്തിന് എഴുതുന്നതിന് ജാക്ലിൻ ഭവൻ പറഞ്ഞത്. ഉയർന്ന അളവിൽ ഓക്സിഡന്റുകളും ധാതുക്കളുമുള്ള വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, കൊക്കോ എന്നിവയിലും ഉയർന്ന അളവിൽ വിഷവസ്തുക്കൾ കണ്ടെത്തി. ചോക്ലേറ്റ് പ്രോട്ടീൻ പൗഡറുകളിൽ കൃത്രിമ മധുരവും മറ്റ് കൃത്രിമ രുചികളും ചേർക്കുന്നുണ്ടാകാമെന്നും ഇത് കഴിക്കുന്നതോടെ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കാൻ സാധ്യത കുറവാണെന്ന മുന്നറിയിപ്പും റിപ്പോർട്ട് നൽകുന്നു. ലെഡും കാഡ്മിയവും ശരീരത്തിൽ കടന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കഴിക്കുന്ന ഭക്ഷണമാണ് പല അർബുദങ്ങളുടെ മൂലകാരണമെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. കുറഞ്ഞ കാലത്തിനുള്ളിൽ ഉയർന്ന അളവിൽ ലെഡ് ശരീരത്തിലെത്തിയാൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്നേക്കാമെന്നും ഇതിനു പുറമെ വയറുവേദന, മലബന്ധം, കൈകാലുകളിലെ പേശിവേദന എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പല അർബുദങ്ങളുടെ മൂലകാരണമാണ് ഇവയെന്ന് പല പഠനങ്ങളും പറയുന്നു. കുറഞ്ഞ കാലയളവിനുള്ളിൽ ഉയർന്ന അളവിൽ ലെഡ് ശരീരത്തിലെത്തിയ രക്തസമ്മർദ്ദം ഉയർന്നേക്കാമെന്നും ഇതിനു പുറമെ വയറുവേദന, മലബന്ധം, കൈകാലുകളിലെ പേശിവേദന, വേദനകൾ, മരവിപ്പ്, തലവേദന, ഗർഭാലസൽ, മാസം തിരിയാതെ പ്രസവിക്കൽ, ക്ഷീണം, ഓർമ്മക്കുറവ് എന്നിവയൊക്കെ സംഭവിക്കാമെന്നും ഡോക്ടർമാർ പറയുന്നു. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും ശരീരത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങൾ അതിവേഗത്തിൽ രക്തത്തിൽ കലരും. ഇതിലെ ഭൂരിഭാഗം വിഷവസ്തുക്കളും മൂത്രത്തിലൂടെ ശരീരത്തിൽ പുറന്തള്ളുമെങ്കിലും ചെറിയൊരളവ് ശരീരത്തിലെ രക്തപ്രവാഹത്തിൽ ശേഷിക്കുകയും കിഡ്നിയിൽ അടിയുകയും ചെയ്യുന്നു. ഇതിന്റെ അളവ് കരളിലും വൃക്കകളിലും എല്ലുകളിലും ക്രമേണ കൂടി വരുന്നു. അത് ഗുരുതര രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നും റിപ്പോർട്ട് പറയുന്നു. സിങ്ക്, ചെമ്പ്, ക്രോമിയം, ഇരുമ്പ്, മാഗ്നീസ് എന്നിവ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ മൂലകങ്ങളാണ്. എന്നാൽ വളരെ പരിമിതമായ അളവിൽ മാത്രമേ ശരീരത്തിന് ഇതിന്റെ ആവശ്യമുള്ളൂ. ഉയർന്ന അളവിൽ എത്തുന്നത് ആരോഗ്യം അപകടത്തിലാകുന്നു. അമിതമായ അളവിൽ പ്രോട്ടീൻ പൗഡർ ശരീരത്തിൽ എത്തുന്നത് വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കും. നേരത്തെ തന്നെ വൃക്കകളുടെ പ്രവർത്തനത്തിൽ തകരാറ് സംഭവിച്ചവരിൽ അതിവേഗത്തിൽ നിർജ്ജലീകരണവും തലകറക്കവും സംഭവിക്കാം. ചിലർക്ക് അകത്തെ വയറ്റിൽ ഉരുണ്ട് കയറി വരുന്നവരെയും വായു കയറുന്നത് പോലെയും വയറ് കമ്പിക്കുന്നത് പോലെയും അനുഭവപ്പെടാം. മിക്ക പ്രോട്ടീൻ പൗഡറുകളിലും അടങ്ങിയിട്ടുള്ള കൃത്രിമ മധുരവും ഭാരം വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം ഉയർത്താനും അലർജി ഉണ്ടാക്കാനും കാരണമായേക്കാം. മറ്റ് ഭക്ഷണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി
പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ ശരീരത്തിന് ആവശ്യമായ വിറ്റമിനുകളും ഫൈബറും മറ്റു പോഷകങ്ങളും ലഭിക്കാതെ വരുമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. മുട്ട, കോഴി, ഇറച്ചി, മീൻ, പരിപ്പ്, പയർവർഗ്ഗങ്ങൾ, അണ്ടിപ്പരിപ്പ് എന്നിവ പ്രോട്ടീൻ്റെയും വൈറ്റമിൻ്റെയും തരത്തിലുള്ള ആരോഗ്യകരമായ കൊഴുപ്പിൻ്റെയും കലവറയാണ്. ഇവയിലൊന്നും മറ്റ് കൃത്രിമ വസ്തുക്കൾ ചേരുന്നതുമില്ല. ദൈനംദിന ഭക്ഷണത്തിൽ അനായാസം ഉൾപ്പെടുത്താനും കഴിയുന്നിടത്തോളം ഇവ ശീലമാക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. മുട്ട, അണ്ടിപ്പരിപ്പുകളും സൂര്യകാന്തി, പത്തൻ തുടങ്ങിയവയുടെ വിത്തുകളും കോട്ടേജ് ചീസും പയർധാന്യ വർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ പ്രോട്ടീൻ പൗഡറുകൾക്ക് ബദലായി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ന്യൂസ് വന്നു. ന്യൂട്രീഷൻ കുട്ടികൾ കഴിച്ച പലർക്കും വൃക്കകളുടെയും കരളിനെയൊക്കെ ബാധിച്ചത്, അതിലെ ഇന്റേണൽ ഓർഗൻസിനെ ബാധിച്ചതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഒരു വാർത്ത ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ന്യൂട്രീഷൻ ഫുഡുകളും ഇതിലെ പ്രോട്ടീൻ പൗഡറുകൾ കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസിന് വേണ്ടി പലരും കഴിക്കാറുണ്ട്. അത് കഴിച്ചു കഴിയുമ്പോൾ വെയിറ്റ് ലോസ് കുറയും. പക്ഷെ അത് നിർത്തി കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറേ കാലം കഴിച്ചു കഴിയുമ്പോൾ അത് ഇന്റേണൽ ഓർഗൻസിനെ സാരമായിട്ട് ബാധിക്കുന്നു. അതിലടങ്ങിയിരിക്കുന്ന ബ്ലഡ്, കാർഡിയോ അങ്ങനെയുള്ള വസ്തുക്കൾ അതിലുമുണ്ട്. അതെല്ലാം കൂടെ ശരീരത്തിൽ അടിയുകയും ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെ ഫങ്ഷൻസിനെ ബാധിക്കുകയും ചെയ്യുന്നു. കൂടുതൽ പ്രശ്നത്തിലേക്ക് കടന്നു പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെയുള്ള പ്രോട്ടീൻ പൗഡറുകളെ പരമാവധി നമ്മുടെ അനുദിന ജീവിതത്തിലെ ഭക്ഷണക്രമത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ബുഷ് ആൻഡ് സ്റ്റേ ഹാപ്പി.